നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. ജാതി വിവേചനം ഉൾപ്പെടെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിതിൻ രാജിന്റെ കുടുംബ മാനേജ്മെന്റിനെ തെറ്റിദ്ധരിച്ച സാഹചര്യത്തിലാണ് വീട് സന്ദർശിക്കാതിരുന്നതെന്നും വിശദീകരിക്കുന്നു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നുവെന്നും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. CK വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. CK, ഈ കോളേജിൽ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അധിക്ഷേപങ്ങൾ ഒക്കെ, ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നേരിട്ട ക്രൂരതകളൊക്കെ തുറന്നു പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ശ്രമമാണെന്നുള്ള ഈ വിശദീകരണക്കുറിപ്പ് അത് നിലനിൽക്കുമോ? 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് മാനേജ്മെന്റ് ഔദ്യോഗികമായ ഒരു വിശദീകരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ്. അത് അധ്യാപികയുടെ റഫറൻസ് നമ്പർ വെച്ച് ഒരു ലോൺ എടുക്കുന്നു. ആ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട അധ്യാപികയ്ക്ക് നിരന്തരം ഫോൺ കോളുകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിനെ വിളിച്ച് സംസാരിക്കുന്നു. ആ നമ്പർ അതിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെടുന്നു. അത് സാധ്യമല്ല എന്ന് പറയുന്നു. അങ്ങനെ വന്നപ്പോൾ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും എന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കോളേജ് ഈ മുറിയിൽ നിന്ന് നിതിൻ രാജ് ഇറങ്ങിപ്പോവുകയും കെട്ടിടത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഹത്യ ചെയ്തത് എന്നുമാണ് ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. രണ്ടാമത്, ഇത്തരത്തിൽ നേരത്തെ തന്നെ നിതിൻ രാജുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉയർന്നു വന്നപ്പോൾ മാനേജ്മെന്റും കോളേജും ആ നിതിൻ രാജിനെ പരമാവധി സഹായിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഒരു തരത്തിലും നിതിൻ രാജിനോട് വിവേചനം കാണിച്ചില്ല എന്നതാണ്. മാത്രമല്ല, ഇത്രയും കാലത്തിനിടയിൽ ഈ നിതിൻ രാജ് കോളേജിൽ ചേർന്ന് ഈ ദിവസം വരെ, അതായത് മരിക്കുന്ന ദിവസം വരെ കോളേജിൽ അധികൃതരെ ആർക്കെങ്കിലുമെതിരെയോ അല്ലെങ്കിൽ നിതിനോ നിതിന്റെ സഹപാഠികളോ ഒരു പരാതിയും മാനേജ്മെന്റിന് നൽകിയിട്ടില്ല. ജാതി വിവേചനം നടന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അത്തരത്തിൽ ഒരു ജാതി വിവേചനവും ഈ കോളേജിൽ ഇതുവരെ നടന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമൂഹത്തിൽ സ്ഥാപനത്തെക്കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടാക്കാനും മറ്റ് വിവേചനം CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.